ടോമസ് കിച്ചൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ ആയിട്ട് ഞാനിന്ന് ഇറച്ചി മീനും ബിരിയാണിയൊന്നും എല്ലാം കൊണ്ടുവരുന്നത് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എടുത്തില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേങ്കിൽ ഒരു 2 ദിവസമായിട്ട് എനിക്കൊരു ഇടിച്ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കരിന്തുലി എല്ലാം ചെത്തിക്കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാനിതുവരെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം നല്ലൊരു ഇടിച്ചക്കയാണ് ഇത്. അത്യാവശ്യം വലിപ്പം വെക്കുന്ന ചക്കയാണ്. സോ ചക്ക ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ തൊലി ചെത്തിയെടുത്തു. എന്നിട്ട് നമ്മളിപ്പം കറയുണ്ടായിരുന്നു, കറയൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇടിച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പം നമുക്ക് ഇടിച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും പല രീതിയിലുണ്ടാക്കും, അരിയുന്നത് പല രീതിയിൽ. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചിലർ ഒരു 5-6 കഷ്ണമാക്കിയിട്ട് പുഴുങ്ങുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാലല്ലേ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തിന്നാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ഇതുപോലത്തെ വലിയൊരു പാത്രം എന്ന് വെച്ചാൽ താഴെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഈ പാത്രത്തിൽ വെച്ചിട്ട് നമ്മളെല്ലാം ഇങ്ങനെ നന്നായിട്ട് അങ്ങനെ കൊത്തണം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊത്തിയിട്ട് ഇങ്ങനെ. അപ്പം നമ്മുടെ ആ നല്ല തോരൻ അരിയുന്ന പോലെ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല കുറുകയും വലുതൊക്കെ ഇങ്ങനെ ഒന്ന് വരയിട്ടിട്ട് നമ്മളെന്നിട്ട് ഇങ്ങനെ ചെത്തി കൊടുക്കണം. എന്താ അപ്പം നന്നായിട്ടൊരു തോരൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ കുഴപ്പമില്ല. അരിയും തോറും നമ്മളിങ്ങനെ കൊത്തിയിട്ട് കൊടുത്താൽ മതി. ഒന്ന് പൊടി, അത്ര പൊടിയല്ല, കുറച്ചിച്ചിരി കൊടുക്കാനായിട്ട് നമ്മൾ കാബേജൊക്കെ അരിയുന്നതാണ്. ഒക്കെ 2-3-4 മുറിച്ച് ഓരോ ഇങ്ങനെ വലിയ വലിയ പീസാക്കിയിട്ട് ചിലരെ പുഴുങ്ങിയിട്ട് ഉടയ്ക്കും, കുക്കറിനകത്തിട്ട് വേവിച്ച്. പക്ഷേ ഇതിങ്ങനെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി, നല്ല ടേസ്റ്റായിരുന്നു. ചക്കയൊക്കെ കഴിക്കുന്ന പോലെയല്ല, വേറൊരു ടേസ്റ്റാണ്. അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് നല്ല ചകനിയും ഇതും എല്ലാം. കുരുവൊന്നും അത്ര മൂത്ത കുരുവല്ലായിരുന്നു, എന്നാൽ കുരു വളരെ മൂക്കാത്ത കുരുവൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിപ്പം ഉണ്ടാക്കുന്നത് ഇത് മാത്രമല്ല, വൻപയർ നമ്മളൊരു 15 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട പയറാണ്. വൻപയറിന് ഇച്ചിരിയുടെ വേവ് കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളൊരു കുക്കറിനകത്ത് ഈ വൻപയറും ഒരു പൊടിക്ക് മഞ്ഞളും കൂടി ഇട്ട് നമ്മൾ ഈ വൻപയറിനൊരു 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറിയിട്ട് കുക്കർ തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചക്കയിട്ട് ഈ കൂട്ടത്തിൽ തന്നെ 1 വിസിലും കൂടി അടുപ്പിച്ച് വേവിച്ചെടുക്കും. അപ്പം വൻപയറും ഇടിച്ചക്കയുടെ കൂടെ വൻപയർ ഇട്ടിട്ടാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതാദ്യം വൻപയറിന് ഒരു 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ ഞാനൊരു മാതിരി വലിയ കുക്കറാണ് എടുത്തേക്കുന്നത്, കാരണം ചക്ക വെന്ത് കഴിയുമ്പോൾ അവിഞ്ഞു പോകും. എന്നാലും നന്നായിട്ട് വേകുന്ന കഴിയുമ്പോൾ നല്ല ഒത്തിരി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വൻപയർ വേകാൻ ആവശ്യമുള്ള, ഒത്തിരി വെള്ളം വേണ്ട, വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്ലി കറിവേപ്പിലയും കൂടെ അടിച്ച് കൊടുക്കാം. ഇത് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. നമുക്ക് 1 വിസിലടിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയുള്ളി, ഒരു 5 വറ്റൽമുളക്. നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങനെ അരയണ്ട. അടച്ച് വെച്ച് ഒന്നുകൂടെ ചതച്ചെടുക്കാം. മസാല നന്നായിട്ടൊന്ന് തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വൻപയർ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇടിച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ചക്ക പയറിൻ്റെ മേലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ആവി കയറ്റി ഒരു വിസിലടിച്ചാൽ മതി. തീരെ പൊടി പൊടിയായിട്ടായിരുന്നു ഇവിടെ. വെന്ത് കഴിയുമ്പോൾ അങ്ങ് അവിഞ്ഞു പോകും. അങ്ങനെ ഒരുപാടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ചക്കയായിരുന്നു. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുപ്പ് പിന്നെ ഇടാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നമുക്കൊരു പൊടിക്ക് വെള്ളം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം അടിയിലുണ്ട്. അടച്ച് വെച്ചിട്ട് വേറ്റിട്ട് കൊടുക്കുക. നമ്മുടെ ചക്കയ്ക്ക് വിസിലൊക്കെ ഒരു വിസിൽ വന്ന് അടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചക്കയ്ക്ക് മസാലയാക്കാം. താളിക്കാൻ വേണ്ടി നമ്മളൊരു 3 സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു 4 ഉണക്കമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു സവോള അരിഞ്ഞത്. ചെറുവിൽ നമ്മൾ തേങ്ങയ്ക്കകത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ചെറുവിൽ ഇടുന്നില്ല. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിനകത്ത് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി നേരത്തെ ചക്ക പയറിലൊക്കെ ചേർത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കണേ. പിന്നെ കായം ഒരു 1/2 സ്പൂണ് കായപ്പൊടി. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പച്ചമുളക്, മുളക്, വറ്റൽമുളക്, ചെറിയുള്ളി, ജീരകം, വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. തേങ്ങായും മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാല ചേർത്ത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. പയറും ചക്കയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച്, ഒന്നും വെന്ത് പോയിട്ടില്ല, കണക്കിന് വെന്തിട്ടുള്ളൂ. നമുക്കിതിനകത്തിട്ട് കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പയറും ഇടിച്ചക്കയൊക്കെ നന്നായിട്ട് കണക്കിന് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ഒരു വിസിൽ വീതം അടിച്ചിട്ടുള്ളൂ. വൻപയർ ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതാണെങ്കിൽ ഒരു വിസിൽ മതി, അല്ലെങ്കിൽ ഒരു 2-3 വിസിൽ വേണമായിരിക്കും. 3 വിസിൽ വേണമായിരിക്കും. ഇതിപ്പോൾ ഒത്തിരി അങ്ങനെ വെന്തൊന്നും പോയിട്ടില്ല. കൃത്യമായിട്ട് തോരൻ്റെ കണക്കിന് തന്നെയാണ്. നമ്മളിനി തേങ്ങ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കിയെടുക്കാം.
അപ്പം നമ്മുടെ ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇടിച്ചക്ക വൻപയർ ഒരു ചെറിയ ഗ്ലാസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി. ഇടിച്ചക്ക തന്നെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇടിച്ചക്ക മാത്രമാണ് വെച്ചത്. അപ്പം ഞാനിപ്പോൾ ഒരു വൻപയർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ കൂടെ അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം, കപ്പ വേവിച്ചൊക്കെ കഴിക്കുന്ന പോലെ. അപ്പോൾ ഇപ്പം ചക്കയുടെ സീസണാണ്. എല്ലായിടത്തും കൂടെ ചക്കയുണ്ട്. നമ്മുടെ ഈ ചെറിയ കുഞ്ഞു ചക്കയൊക്കെ ചാടി പോകുമ്പോഴത്തേക്ക് അത് എടുത്ത് കളയേണ്ട. അത് ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞ് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ഇത് അരിഞ്ഞ് കിട്ടുന്ന ഒരു താമസമുള്ളൂ. അരിയാനും ഞാൻ അരിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല വലിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ. അപ്പം ഇതൊരു കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇടിച്ചക്ക വിത്ത് വൻപയർ തോരൻ, ഇടിച്ചക്ക തോരൻ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. വളരെ ടേസ്റ്റാണ്, വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരുടെയും വീടുകളിൽ കൂടി ചക്കയുണ്ട്. ചക്ക ഒരിക്കലും നമ്മൾ വേസ്റ്റാക്കി കളയല്ല. ഇച്ചിരി പണിയുണ്ടെന്നുള്ള ബുദ്ധിമുട്ടിലായിരിക്കും ചിലപ്പോൾ എല്ലാവരും ചെയ്തത്. ചിലർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. ഈ പറയുന്ന പോലെ കപ്പ വേവിച്ചതൊന്നും ഇത്രയൊന്നും ടേസ്റ്റ് അല്ല, അതിനേക്കാളും ഒക്കെ അതിൽക്കും മേലെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലൈക്സും കമൻസും ഒക്കെ തരണം. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.